Hi friends, this is Dr. Anugraha here. So today's topic is taken from Pharmacology. Simple topic. Let's read the question, right? Yeah. Which laxative must be avoided in a person with constipation who is on erythromycin antibiotics for pneumonia? Okay. See, Ramu came to you. Ramu, let us say, has got community-acquired pneumonia, atypical pneumonia, or he has got bronchitis or syphilis, and you started him on which antibiotic? You started him on erythromycin, okay? And then 2 days later, Ramu tells you that, doctor, I'm having constipation also. So you will start him on you will give him a laxative, okay? Now the question here is, erythromycin antibiotic എടുക്കുന്ന ഒരാള് ഏത് ലാക്സേറ്റീവ് ആണ്? ഇവിടെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷൻസിൽ നിന്ന് ഏത് ലാക്സേറ്റീവ് ആണ് കഴിക്കാൻ പാടില്ലാത്തത്? റൈറ്റ്, ബിക്കോസ് എറിത്രോമൈസിൻ ആൻഡ് ദിസ് ലാക്സേറ്റീവ് ക്യാൻ കോസ് ഫേറ്റൽ സൈഡ് എഫക്ട്സ്. ഓൾറൈറ്റ്, ലെറ്റ്സ് കം ബാക്ക് ടു ദി ആൻസർ ലേറ്റർ. ഫസ്റ്റ്, എങ്ങനെയാണ് നോർമൽ ഗ്യാസ്ട്രിക് പെരിസ്റ്റാൾസിസ് ഉണ്ടാവുന്നതെന്ന് പഠിക്കണം. അത് പഠിച്ചാൽ ഇതിൻ്റെ ആൻസർ ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, സോ ലെറ്റ് us say you are having biryani. Okay, നിങ്ങൾ ഫുഡ് കഴിക്കണം. And this food enters, right? And once food enters your stomach, there is going to be what? Yeah, gut distension, right? Food is entry. ഈ ഫുഡ് എൻട്രി ചെയ്യുന്നൊരു സ്റ്റിമുലസ് ആണ്. ഓക്കെ, ഫുഡ് എൻട്രി ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്ന് അറിയാടാ? There are cells in our gut. There are cells in our gut called as, let me take a different color, called as enterochromaffin cells. എന്താണ്? Enterochromaffin cells. സോ നിങ്ങൾ ഫുഡ് കഴിക്കാൻ നേരത്ത് ഈ എൻട്രോക്രൊമാഫിൻ സെൽസിൽ നിന്ന് എന്ത് റിലീസ് ആവുമെന്ന് അറിയോ? ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസാവും. എന്താണ് ആ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ പേര്? സെറോട്ടോണിൻ. അപ്പം നമ്മളിവിടെ നോർമൽ ഗ്യാസ്ട്രിക് പെരിസ്റ്റാൾസിസ് എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് പഠിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഫുഡ് കഴിക്കുന്നു, ഗട്ട് ഡിസ്റ്റൻഷൻ ഉണ്ടാവുന്നു, ഫുഡ് സ്റ്റിമുലസ് ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ഗട്ടിനകത്തുള്ള എൻട്രോക്രൊമാഫിൻ സെൽസിൽ നിന്ന് സെറോട്ടോണിൻ റിലീസ് ആവുന്നു. ഓക്കെ, ഈ സെറോട്ടോണിൻ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്, ഒരു കെമിക്കൽ മെസ്സഞ്ചർ ആണ്. ഓക്കെ, ഈ സെറോട്ടോണിൻ ചെന്നിട്ട് it will go and get attached to what, you know guys? It will go and get attached to receptors. Which receptors? We have receptors in the gut called as simple serotonin receptors. ഈ സെറോട്ടോണിൻ റിലീസ് ആവുന്നത് എവിടെ ചെന്ന് ബൈൻഡ് ചെയ്യും? സെറോട്ടോണിൻ റിസെപ്റ്റേഴ്സിൽ ചെന്ന് ബൈൻഡ് ചെയ്യും. നമ്മുടെ ഗട്ടിനകത്ത് സെറോട്ടോണിൻ റിസെപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ സെറോട്ടോണിൻ റിസെപ്റ്റേഴ്സ് നമ്മൾ എഴുതുന്നത് 5HT4 റിസെപ്റ്റേഴ്സ് എന്നാണ് എഴുതുക. ഇതൊരു കെമിക്കൽ നെയിമാണ്. 5HT എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്സി ട്രിപ്റ്റമിൻ. ദാറ്റ് ഇസ് എ കെമിക്കൽ നെയിം ഫോർ സെറോട്ടോണിൻ. ഓക്കെ, 4 ഒരു സബ് ടൈപ്പാണ്. ഈ സെറോട്ടോണിൻ റിസെപ്റ്റേഴ്സ് പല തരത്തിലുണ്ട്. അതൊരു 7 ടൈപ്സ് ഓഫ് സെറോട്ടോണിൻ റിസെപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗട്ടിനകത്ത് കാണുന്നത് 5HT4 റിസെപ്റ്റേഴ്സ് ആണ്. ദാറ്റ്സ് ഇറ്റ്, സിമ്പിൾ. വെൻ യു ഈറ്റ് ഫുഡ്, ഓക്കെ, my battery is low. Okay, so serotonin gets released from the enterochromaffin cells of your gut, right? നമ്മുടെ ഗട്ട് വാളിൽ enterochromaffin cells ഉണ്ട്. അവിടെ നിന്ന് സെറോട്ടോണിൻ റിലീസ് ചെയ്യുന്നു. ഈ സെറോട്ടോണിൻ എവിടെ ചെന്ന് അറ്റാച്ച് ചെയ്യുന്നു? നമ്മുടെ ഗട്ടിനകത്ത് സെറോട്ടോണിൻ റിസെപ്റ്റേഴ്സ് ഉണ്ട്, അവിടെ ചെന്ന് അറ്റാച്ച് ചെയ്യുന്നു. Once this happens, ഈ സെറോട്ടോണിൻ റിസെപ്റ്റേഴ്സ് ഒന്ന് സ്റ്റിമുലേറ്റ് ആയി കഴിഞ്ഞാൽ, you know what happens? സെറോട്ടോണിൻ റിസെപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റ് ആയി കഴിഞ്ഞാൽ this will cause activation of enteric plexus. See, നമ്മുടെ ഗട്ടിൻ്റെ നെർവസ് സിസ്റ്റത്തിനെയാണ് നമ്മൾ എൻറ്ററിക് നെർവസ് സിസ്റ്റം എന്ന് പറയുക. എൻറ്ററിക് നെർവസ് സിസ്റ്റം, ഓർ ദ അതർ നെയിം ഇസ് ഓർബാക്സ് പ്ലെക്സസ് ഓർ മയൻട്രിക് പ്ലെക്സസ്. ഐ എം ഷുവർ യു നോ ദാറ്റ്. നമ്മുടെ ഗട്ടിൻ്റെ നെർവസ് സിസ്റ്റത്തിനെയാണ് നമ്മൾ ഓർബാക്സ് പ്ലെക്സസ് അല്ലെങ്കിൽ മയൻട്രിക് പ്ലെക്സസ് എന്ന് പറയാം. അപ്പോൾ ഈ സെറോട്ടോണിൻ റിസെപ്റ്റേഴ്സ് ഒന്ന് സ്റ്റിമുലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഗട്ടിനകത്തുള്ള ഈ നെർവസ് പ്ലെക്സസ് ഇല്ലേ, ദാറ്റ് ഇസ് ഓർബാക്സ് ഓർ മയൻട്രിക് പ്ലെക്സസ്, ദേ വിൽ ഗെറ്റ് ആക്ടിവേറ്റഡ് and they will release something called as acetylcholine. So ഈ acetylcholine release ആയാൽ then acetylcholine helps in normal gastric motility. റൈറ്റ്, നമ്മൾ ഫുഡ് കഴിക്കുമ്പം നോർമലായിട്ട് ഫുഡ് സ്റ്റൊമക്കിൽ കൂടെ ഗ്യാസ്ട്രിക് എംപ്റ്റിങ് നടക്കുന്നു, ഇൻറ്റസ്റ്റൈനിൽ കൂടെ പാസ് ചെയ്യുന്നു, റൈറ്റ്, ആൻഡ് ദെൻ അബ്സോർബ് ആവാത്ത മെറ്റീരിയൽ ഇറ്റ് ഗോസ് ഔട്ട് ഫ്രം ദ ബോഡി ആസ് ഫീസസ്. അപ്പോൾ ഈ നോർമൽ ഗ്യാസ്ട്രിക് പെരിസ്റ്റാൾസിന് എന്തിൻ്റെ ആവശ്യമുണ്ട്? അസറ്റൈൽകോളിൻ നമ്മുടെ എൻട്രിക് പ്ലെക്സസിൽ നിന്ന് റിലീസ് ആവണം, എങ്കിലേ നോർമൽ ഗ്യാസ്ട്രിക് പെരിസ്റ്റാൾസിസ്, ഇൻറ്റസ്റ്റൈനൽ പെരിസ്റ്റാൾസിസ് നടക്കത്തുള്ളൂ. ഇത്രയും മനസ്സിലായല്ലോ? ഫൈൻ. ഓക്കെ,
Now, in some people, see, diabetes ഉള്ള ആൾക്കാരിൽ, diabetic, long term ആയിട്ട് diabetes ഉള്ള ആൾക്കാരിൽ, they can have diabetic gastroparesis. ഓപ്പറേഷൻ കഴിഞ്ഞ ആൾക്കാരിൽ, ഹൈപ്പോകെലിമിയ ഉള്ള ആൾക്കാരിൽ, വാട്ട് ഹാപ്പൻസ് ഇസ് ദർ കുഡ് ബി വാട്ട് ഈ പെരിസ്റ്റാൾസിന് ഒരു പ്രോബ്ലം വരാം. എന്ന് വെച്ചാൽ ഈ ഡയബറ്റീസ് ലോങ് ടേം ആയിട്ട് ഡയബറ്റീസ് ഉള്ള ആൾക്കാരിലോ സർജറി കഴിഞ്ഞ ആൾക്കാരിലോ അപ്പം ലോങ് ടേം ഡയബറ്റീസ് ഉള്ള ആൾക്കാരിലോ അല്ലെങ്കിൽ സർജറി കഴിഞ്ഞ ആൾക്കാരിലോ വാട്ട് ഹാപ്പൻസ് ഈ സെറോട്ടോണിൻ റിസെപ്റ്റേഴ്സ് എന്ത് ചെയ്യും, സ്റ്റിമുലേറ്റ് ആവാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പം നമ്മൾ ലാക്സേറ്റീവ്സ് കൊടുക്കും. ലാക്സേറ്റീവ്സ് എന്തിനാണ് കൊടുക്കുന്നത്? ലാക്സേറ്റീവ്സ് കൊടുക്കുന്നതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ദീസ് ലാക്സേറ്റീവ്സ് ഓക്കെ വിൽ go and stimulate the serotonin receptors in the gut. Serotonin receptors ne poi stimulate ചെയ്യും. Okay, serotonin receptors stimulate ആയാൽ ആക്ടിവേറ്റഡ് ആവും? നമ്മുടെ എൻട്രിക് നെർവസ് സിസ്റ്റം ഓർബാക്സ് പ്ലെക്സസ് ആക്ടിവേറ്റഡ് ആവും. അത് അസറ്റൈൽ കോലിൻ റിലീസ് ചെയ്യും. അസറ്റൈൽ കോലിൻ റിലീസ് ചെയ്താൽ തന്നെ ഇൻ ദ ഗട്ട് വാട്ട് ഹാപ്പൻസ്, നോർമൽ ഗ്യാസ്ട്രിക് പെരിസ്റ്റാൾസിസ് നടക്കും. ഓക്കെ, ഫൈൻ. ഓക്കെ, സോ see guys, Cisapride, okay, this drug Cisapride അതൊരു പ്രോകൈനറ്റിക് ഏജന്റ് ആണ്. See that പ്രോകൈനറ്റിക് ഏജന്റ് എന്ന് വെച്ചാൽ എന്താണ്? ലാക്സേറ്റീവ് എന്ന് വെച്ചാൽ see it improves the gastric and the intestinal motility. ഒരാൾക്ക് കോൺസ്റ്റിപ്പേഷൻ ആണ്, ഗ്യാസ്ട്രിക് മൂവ്മെന്റ്, ഗ്യാസ്ട്രിക് പെരിസ്റ്റാൾസിസ് നോർമലായി നടക്കുന്നില്ലെങ്കിൽ ആ പെരിസ്റ്റാൾസിസ് നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഡ്രഗാണ് പ്രോകൈനറ്റിക് എന്ന് പറയുന്നത്. ഗ്യാസ്ട്രിക് മോട്ടിലിറ്റി, ഇൻറ്റസ്റ്റൈനൽ മോട്ടിലിറ്റി കൂട്ടാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഡ്രഗിനെയാണ് പ്രോകൈനറ്റിക് ഡ്രഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് Cisapride. ഓക്കെ, സോ Cisapride ബേസിക്കലി എന്താ ചെയ്യുന്നതെന്ന് അറിയാം, നമ്മുടെ ഗട്ടിൽ ചെന്ന് സെറോട്ടോണിൻ റിസെപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. സെറോട്ടോണിൻ റിസെപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റ് ആയാൽ നമ്മുടെ ഓർബാക്സ് പ്ലെക്സസ് വിൽ ഗെറ്റ് ആക്ടിവേറ്റഡ് ആൻഡ് അസറ്റൈൽ കോലിൻ വിൽ ബി റിലീസ്ഡ്. അസറ്റൈൽ കോലിൻ റിലീസ് ആയാൽ നോർമൽ ഗ്യാസ്ട്രിക് പെരിസ്റ്റാൾസിസ് ക്യാൻ occur. അപ്പോൾ ആൾക്ക് ഈസിലി ഹി ക്യാൻ പാസ് stools, റൈറ്റ്? ഫൈൻ. നൗ ഇവിടെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ Cisaprideന്റെ ഒരു പ്രോബ്ലം, ഒരു സൈഡ് എഫക്റ്റ് ആണ്, ഇറ്റ് ക്യാൻ കോസ് QT പ്രൊലോങ്ങേഷൻ. ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇറ്റ് ക്യാൻ കോസ് വാട്ട് ഗൈസ്? QT prolongation and cardiac arrhythmia. Cisapride cardiac arrhythmias. Cisaprideന്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ്. Now also remember, നമ്മൾ എടുക്കുന്ന എല്ലാ ഡ്രഗ്സും എല്ലാ മെഡിസിൻസും അതിൻ്റെ ആക്ഷൻ കഴിഞ്ഞാൽ അതിനെ മെറ്റബോളൈസ് ചെയ്തിട്ട് എന്ന് വെച്ചാൽ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് ആക്കുന്നത് ആരാണ്? ലിവറാണ്. ഓക്കെ, ലിവറിന് കുറേ എൻസൈംസ് ഉണ്ടടാ. അപ്പോൾ ഈ ഓരോ ഡ്രഗിനും പല പല എൻസൈംസ് ആണ്. ഈ എൻസൈംസ് നിന്ന് നമ്മൾ എടുക്കുന്ന മെഡിസിൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. എന്ന് വെച്ചാൽ അതിൻ്റെ ആക്ഷൻ കഴിഞ്ഞാൽ ആ മെഡിസിൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എലിമിനേറ്റ് ചെയ്യാൻ ഈസി ആക്കുന്ന രീതിയിലേക്ക് മാറ്റും. ഓക്കെ, അപ്പോൾ ഈ Cisaprideനെ മെറ്റബോളൈസ് ചെയ്യുന്നത് ലിവറിലെ ഏത് എൻസൈമാണെന്നറിയോ? CYP3A4, ദാറ്റ് ഇസ് സൈറ്റോക്രോം P3A4. ഇങ്ങനത്തെ ഒരു എൻസൈമാണ് നമ്മുടെ Cisaprideനെ മെറ്റബോളൈസ് ചെയ്യുന്നത്. ഓക്കെ, നൗ Cisapride എടുക്കുന്ന ഒരാൾ എറിത്രോമൈസിനും കൂടെ എടുക്കുന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ ആൻറ്റിബയോട്ടിക് എറിത്രോമൈസിനും കൂടെ എടുക്കുന്നുണ്ടെങ്കിൽ, വാട്ട് ഹാപ്പൻസ്? ഇവിടെ ഈ എറിത്രോമൈസിൻ ഉണ്ടല്ലോടാ, ഓക്കെ, ദിസ് എറിത്രോമൈസിൻ ഡസ് നോട്ട് ലൈക്ക് ദിസ് എൻസൈം. ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ സൈറ്റോക്രോം P3A4 എൻസൈമിനെ ആർക്ക് ഇഷ്ടമല്ല? എറിത്രോമൈസിൻ ഇഷ്ടമല്ല. സോ എറിത്രോമൈസിൻ യൂഷ്വലി അതിൻ്റെ ഒരു ആക്ഷൻ എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ഇൻഹിബിറ്റ് ദിസ് എൻസൈം സൈറ്റോക്രോം P3A4. ഓക്കെ, നൗ ഈ എൻസൈം ഇൻഹിബിറ്റ് ചെയ്താൽ നിങ്ങൾ എറിത്രോമൈസിൻ്റെ കൂടെ Cisaprideും കൂടെ കൊടുത്താൽ, ഓക്കെ, Cisaprideന് ഓൾറെഡി ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട്, QT പ്രൊലോങ്ങേഷൻ. ഓക്കെ, അത് മനസ്സിലുണ്ടല്ലോ. ഓക്കെ, സോ Cisaprideന്റെ കൂടെ നിങ്ങൾ എറിത്രോമൈസിനും കൂടെ കൊടുത്താൽ ഈ Cisaprideനെ മെറ്റബോളൈസ് ചെയ്യുന്ന ഒരു എൻസൈമിനെ നിങ്ങൾ ഇൻഹിബിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ Cisaprideന്റെ ടോക്സിക് എന്ന് വെച്ചാൽ ഇറ്റ് വോണ്ട് ബി എക്സ്ക്രീറ്റഡ് ഫ്രം ദ ബോഡി. Cisapride ബോഡിയിൽ അങ്ങനെ തന്നെ നിൽക്കും. എക്സ്ക്രീറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര പാടായിരിക്കും, കാരണം അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ആരുമില്ല, നമ്മുടെ ലിവർ എൻസൈം ഇല്ല. അതിനെ ആര് ഇൻഹിബിറ്റ് ചെയ്തു? എറിത്രോമൈസിൻ ഇൻഹിബിറ്റ് ചെയ്തു. സോ Cisapride's level increases in the body and there is more chance of what? QT prolongation, ventricular arrhythmias and fatality. അണ്ടർസ്റ്റുഡ്? അതുകൊണ്ടാണ് എറിത്രോമൈസിനും Cisaprideും ഒരുമിച്ച് കൊടുക്കരുത് എന്ന് പറയുന്നത്. സിമ്പിൾ നോ? ഇനി നമുക്ക് ആൻസേഴ്സ് വൈസ് you know the answer. So if Ramu is having constipation and he is also having pneumonia, you started him on erythromycin. For constipation, which laxative will you not give? You should not give Cisapride, right? So because if you give Cisapride along with erythromycin, there is a chance for ventricular arrhythmias. Fine, so let's call it a day. Please give me the feedback if you understood, and yeah, stay healthy, drink lots of water, okay? Bye.